പ്രൈസ് ലോർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ റോമാലേഖനം 12-ന്റെ മൂന്നാമത്തേതായിരുന്നു ഊന്നൽ കൊടുത്തത്. അവിടെ നമ്മളോട് പറയുന്ന ഒരു കാര്യം, നമുക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ അളവ് പോലെ സുബോധമാമണ്ണം ഭാവിക്കണം. അവിടെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്ന, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി എന്നല്ലാതാനും അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരം, എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ഈ സഭ എന്നുള്ളത് ഒരു മർമ്മമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തില്, എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന 22-23 വാക്യങ്ങളിൽ, അത്യന്റെ മീതെ ഇരുത്തിയും സർവ്വ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിന് മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നതിന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ സഭയോടുള്ള ബന്ധത്തിൽ ശരീരമാകുന്ന സഭ, ക്രിസ്തു തലയും നാം ഓരോരുത്തരും അവയവങ്ങളും. പൊതുവിൽ ലൗകികമായൊരു സഭയുണ്ട്, എല്ലാ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സഭയുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ കഴിയാത്ത സഭയുണ്ട്. യഥാർത്ഥ ക്രിസ്തുവിന്റെ ശരീരം നമ്മെ ഓരോരുത്തരെ ആ ശരീരത്തിന്റെ ഒരു ഭാഗമാക്കിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തില് പല അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ചുമതലകളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എല്ലാ അവയവത്തിന്റെയും ചുമതല ഒന്നല്ല. നമുക്കറിയാം, നമ്മുടെ ശരീരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളോട് ഇപ്പം ചോദിക്കാം, നിങ്ങളുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പല അഭിപ്രായങ്ങൾ പറയും. അപ്പൊ നമ്മളോട് ചോദിക്കുക, ഇതിലേത് ഒരവയവം നമുക്ക് ഒഴിവാക്കാന്ന് പറഞ്ഞാലോ? നമ്മൾ ഏതെങ്കിലും ഒരു അവയവം മാറ്റിക്കളയാൻ സമ്മതിക്കുമോ? ആക്സിഡന്റിലൊക്കെ പറ്റി അങ്ങനെ പോയെന്നിരിക്കാം. പക്ഷെ നമ്മൾ അല്ലാതെ ഒരാൾ ചോദിക്കുക, ഇതിലേതെങ്കിലും ഒരു അവയവം കളഞ്ഞാലോ എന്ന് ചോദിച്ചാൽ, ഒരു ചെറുവിരല്, അതുകൊണ്ട് വലിയ ഉപയോഗമില്ല, കളയാമെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കത്തില്ല. പരമാവധി നമ്മൾ അതിനെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കും. ശരീരമാകുന്ന സഭയോടുള്ള ബന്ധത്തിൽ, കർത്താവ് പിടിച്ച് വേർതിരിച്ച് എല്ലാവരോടുള്ള ബന്ധത്തിൽ എല്ലാവർക്കും അവന്റെ ശരീരത്തിൽ ഒരു പങ്ക് കൊടുത്തിട്ടുണ്ട്. നാം ഓരോരുത്തരും കണ്ടുപിടിക്കേണ്ടത് കർത്താവിന്റെ ശരീരമാകുന്ന സഭയില് എന്റെ പങ്ക് എന്താണെന്നുള്ളതാണ്. എന്നെ ഏത് ചുമതലയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ആ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുമ്പോഴാണ് ആ ശരീരത്തിന്റെ പൂർണ്ണത കിട്ടുന്നത്. നമുക്കറിയാം, നമ്മുടെ അവയവങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു മത്സരം ഉണ്ടാവാറില്ല. നമ്മളെപ്പം തലയുമായിട്ടൊരു സജീവ ബന്ധത്തിൽ വരുന്നോ, അന്നേരമാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ മത്സര മനോഭാവത്തിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. അല്ലെ മത്സരത്തിൽ നിന്നോ അസൂയയിൽ നിന്നോ. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഒരവയവത്തിനും പരസ്പര അസൂയയില്ല. ഒരു ഓട്ടക്കാരൻ ഓടി 1-ാം സ്ഥാനം നേടിക്കഴിയുമ്പോൾ അവന്റെ കാലുകളെ അല്ല പ്രശംസിക്കുന്നത്, അവനെയാ പ്രശംസിക്കുന്നത്. ശരിക്കും അതിനകത്ത് ഏറ്റവും മെയിൻ പാർട്ട് ആ കാലായിരുന്നെങ്കിൽ പോലും അഭിനന്ദനം വരുമ്പോൾ ആ മനുഷ്യന് മൊത്തത്തിലാ വരുന്നത്. ദൈവം നമ്മളെ പണിയുമ്പോൾ, ഒരു ശരീരമായിട്ട് പണിയുമ്പോൾ, എല്ലാ അവയവങ്ങളും അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണതോതിൽ ചെയ്തു കഴിയുമ്പോഴാണ് ദൈവികമായൊരു അംഗീകാരം അതിന് കിട്ടുന്നത്. നമുക്കറിയാം, പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും നമുക്കുണ്ട്. ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തലയാണ്. ഇപ്പം കൈക്കൊരു പ്രശ്നം വന്നാൽ, കാലിനൊരു രോഗം വന്നാൽ അത് ചിലപ്പോൾ മുറിച്ചു മാറ്റാൻ കഴിയും. പക്ഷെ തലയ്ക്കാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പം
കർത്താവാണ് തലയായിട്ട് ഇരിക്കുന്നത്. നാം ഓരോരുത്തരും അവയവങ്ങളാണ്. കൊലോസ്യ ലേഖനത്തില് അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുമ്പം കൊലോസ്യ ലേഖനത്തില് ഇങ്ങനെ മുന്നറിയിപ്പ് നമുക്ക് തരുന്നുണ്ട്. 2-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങളിൽ ദേഹമെന്നോ ക്രിസ്തുവിനുള്ളത് താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിൽ വെറുതെ ചേർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്തതിന് ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. തലയാവിൽ നല്ലൊരു ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തൊരു കാര്യം, നാം വളരും തോറും തലയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമായിക്കൊണ്ടേയിരിക്കും. അല്ലെ, കർത്താവുമായുള്ള നമ്മുടെ വ്യക്തിബന്ധം ഏതളവിൽ വർദ്ധിക്കുന്നോ അപ്പോൾ മാത്രമേ നമുക്ക് കർത്താവിന്റെ ശരീരമാകുന്ന സഭയില് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം നിറവേറ്റാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. 12:3 നമ്മൾ വായിച്ച പോലെ നിങ്ങൾ ഭാവിച്ചു വരാതെ, എന്നുള്ള 3-ാമത്തെ വാക്യം നമ്മൾ അങ്ങനെ വായിച്ചു. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ. അവിടെ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേഴ്സിൽ പറഞ്ഞിരിക്കുന്നത്, ഡോണ്ട് തിങ്ക് യു ആർ ബെറ്റർ ദാൻ യു റിയലി ആർ. ബി ഹോണസ്റ്റ് ഇൻ യുവർ ഇവാലുവേഷൻ ഓഫ് യുവർ സെൽഫ്, മെഷറിംഗ് യുവർ സെൽഫ് ബൈ ദ ഫെയ്ത്ത് ഗോഡ് ഹാസ് ഗിവൺ അസ്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മളായിരിക്കുന്നതിനേക്കാൾ മെച്ചമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. നാം നമ്മളെ തന്നെ വിലയിരുത്തുന്നതിൽ വിശ്വസ്തരായിരിക്കണം. ഗലാത്യരെ നമ്മൾ വായിക്കുന്നുണ്ട്, താൻ അല്പനായിരിക്കെ മഹാനെന്നൊരുത്തൻ നിരൂപിച്ചാൽ അവന്റെ നിരൂപണം വ്യർത്ഥമാണ്. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് നമ്മൾ അങ്ങനെ ചിന്തിക്കരുതെന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ മൂല്യം ഏതളവിൽ നമുക്ക് വിശ്വാസം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് ദൈവം നമ്മളിങ്ങനെ വായിക്കുന്ന, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പൊ ആ വിശ്വാസം നമുക്ക് പങ്കിട്ടിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവിലാണോ നമ്മൾ ജീവിക്കുന്നത്? ഇപ്പം പഴയ നിയമ വിശുദ്ധന്മാരുടെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനത്തില് 2 തരം വിശ്വാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു കൂട്ടരുടെ വിശ്വാസം അവർ ജയിച്ചടക്കുന്നതും കൈവശപ്പെടുത്തുന്നതും ഒക്കെ ആയിരുന്നു. മറ്റൊരു കൂട്ടരുടെ വിശ്വാസം തങ്ങളെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതായിരുന്നു. ഏതളവിൽ നമുക്ക് വിശ്വാസം കിട്ടിയിരിക്കുന്നോ, നമ്മുടെ ആ വിശ്വാസം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നമ്മൾ ആത്മീയമായിട്ട് ശക്തരായിത്തീരുന്നത്. നമ്മുടെ ഇപ്പം വിശ്വാസമുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ, നമ്മുടെ ഈ പാപത്തെ ജയിക്കുക എന്നുള്ള കാര്യം പറയുമ്പം വളരെ ചുരുക്കം പേരെ യഥാർത്ഥത്തിൽ അത് വിശ്വസിക്കുന്നുള്ളൂ. ആ വാക്യമൊക്കെ ഏറ്റു പറയും. റോമർ 6:14, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരായ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പക്ഷെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പാപം നമ്മളിൽ വാഴുന്ന അല്ലെ കർത്തൃത്വം നടത്തുന്ന പല തലങ്ങളും കാണാം. അതിന്റെ കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ളതാണ്. യഥാർത്ഥ വിശ്വാസത്തിന് പ്രവൃത്തി ഉണ്ടെന്ന് യാക്കോബ് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രാഥമികമായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ ഉദ്ദേശം പാപത്തെ ജയിക്കുക എന്നുള്ളതിനോടുള്ള ബന്ധത്തിലാണ്. ഒന്നാമത് നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ വരുന്നത് ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു നാം വിശ്വസിക്കുന്നു. ആ പ്രതിഫലം എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ദൈവത്തെ എന്തിനു വേണ്ടി അന്വേഷിക്കുന്നു? അല്ലെ, പലരും പല ഉദ്ദേശത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നത്. രോഗസൗഖ്യമോ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമോ ആ നിലയിലാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. പക്ഷെ നമ്മൾ എന്തിനു വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്നു? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നതിന് ഉദ്ദേശം എന്താ? നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും ബന്ധത്തിൽ ചെയ്യുമെങ്കിലും പ്രാഥമികമായിട്ട് പാപത്തിന്മേലുള്ള ജയമാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഈ വിശ്വാസം നമ്മളെ ജഡം, ലോകം, പിശാചിനെയൊക്കെ ജയിക്കാനാണ് പ്രാപ്തരാക്കുന്ന ഒരു കാര്യം. നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ട്, ഈ വിശ്വാസം ലോകത്തെയും ജയിക്കും.
യഥാർത്ഥത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന വിശ്വാസം പ്രാഥമികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പാപത്തെ ജയിക്കുന്ന തലത്തിലാണ്. ഏതളവിൽ നമ്മൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാകുന്നോ ആ അളവിലാണ് ചർച്ചിൽ അവയവങ്ങൾ എന്നുള്ള നിലയിൽ നമുക്കൊരു പങ്കുണ്ടാകുന്നത്. അപ്പം നമ്മൾ പാപത്തിന് അധീനരാണെങ്കിൽ, അല്ലെ പാപത്തിന് കീഴിലാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമുക്ക് ചർച്ചിൽ കാര്യമായിട്ട് റോളൊന്നുമില്ല, ശരീരത്തിൽ കാര്യമായിട്ട് റോളൊന്നുമില്ല. നമ്മളൊരു അവയവമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അസുഖബാധിതമായ ഒരു അവയവത്തെ പോലെ ആയിരിക്കും. ശരിക്കും ആ അവയവത്തിന് ശരീരത്തിലോട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉണ്ടാവത്തില്ല. നേരെ മറിച്ച് ശരീരം ഈ അവയവത്തെ പരിപാലിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ആന്തരിക ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ നാം പാപത്തെ ജയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ശോധന ചെയ്യപ്പെടുന്ന ഒരു കാര്യം. ഒരു പാപത്തെ നമ്മൾ ജയിക്കുമ്പോൾ വിശ്വാസത്താൽ അടുത്ത പാപത്തെ ജയിക്കാനുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വ്യക്തിപരമായ രഹസ്യ ജീവിതത്തിൽ നമ്മൾ പാപത്തെ ജയിക്കുന്നുണ്ടോ? നമ്മുടെ നിരന്തരതയുള്ള ജീവിതത്തിൽ, കുടുംബജീവിതത്തിലെ, സഭാജീവിതത്തിലെ നാം പാപത്തെ ജയിക്കുന്നവരാണോ? നാം പാപത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നവരാണോ? ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങളും പ്രവൃത്തി ഒന്നല്ലതാനും അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരം, എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാണ്. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. ഇവിടെ ഇംഗ്ലീഷിൽ അത് പറഞ്ഞിരിക്കുന്നത് So if God has given you the ability to prophesy, speak out with as much faith as God has given you. പ്രവചനം എന്ന് പറയുമ്പം പലപ്പോഴും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുകൾ, പെന്തക്കോസ്റ്റൽ ആ നിലയുള്ള ബാക്ക്ഗ്രൗണ്ടുകളാണ് പെട്ടെന്ന് നമുക്ക് ചില പ്രവാചകന്മാരെ കുറിച്ച് ഓർമ്മ വരും. പക്ഷെ പുതിയത്തിലെ പ്രവചനം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 14 അതിന്റെ 3-ാമത്തെ വാക്യം, പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ആ പ്രവചനം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തിലൂടെ വരുന്ന ഒരു പ്രവചനമാണ്. അവിടെ ഇത് പറയുന്നൊരു കാര്യം, നമുക്ക് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ട പോലെ വേണം നമ്മൾ പ്രവചിക്കാൻ. എന്ന് പറഞ്ഞാൽ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഏതളവിൽ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചോ ആ അളവിലേ നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെ നമ്മൾ പ്രവചിക്കുമ്പം, ദൈവനം പ്രസംഗിക്കുമ്പം, സംസാരിക്കുമ്പം, ഒരു പ്രവചനാത്മാവിൽ സംസാരിക്കുമ്പം സംഭവിക്കുന്ന ഒരു കാര്യം, നാം നമ്മുടെ ഉള്ളിൽ ദൈവവചനം ചെയ്ത ഒരു ക്രിയയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ചർച്ചയിൽ നിരന്തരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, കർത്താവിനോടുള്ള ബന്ധത്തിൽ അവൻ ചെയ്തും ഉപദേശിച്ചും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ നമ്മൾ ഏതളവിൽ പാപത്തെ ജയിച്ചോ അതിനെക്കുറിച്ചാണ് നമ്മൾ പ്രവചിക്കുന്നത്. അപ്പം കേൾക്കുന്നവർക്ക് ലഭിക്കുന്ന 2-3 കാര്യങ്ങളിവിടെ പറയുന്നുണ്ടെന്ന്: ആത്മീയ വർധന, പ്രബോധനം, ആശ്വാസത്തിനുമായി മനുഷ്യനോട് സംസാരിക്കുന്നു. ആത്മീയവർദ്ധന വരിക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പാപത്തെക്കുറിച്ചുള്ള ബോധം വന്നിട്ട് പാപത്തിൽ നിന്ന് നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന ഒരു പ്രക്രിയയാണ് ആത്മീയവർദ്ധന എന്ന് പറയുന്നത്. അത്രത്തോളം നമ്മൾ ആത്മാവിൽ ശക്തരായിത്തീരുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ ഒരു ദൈവത്തിന്റെ പ്രവചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ 1 കൊരിന്ത്യർ തന്നെ 14-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അതിന്റെ 29-30 വാക്യങ്ങളിൽ പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. ഇരിക്കുന്നവനായ മറ്റൊരുത്തിന് വെളിപ്പാടുണ്ടായാലും ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ. എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തനായി പ്രവചിക്കാമല്ലോ. അപ്പൊ ഇതിന്റെ ഉദ്ദേശം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനുമായി. അപ്പൊ നമ്മള് ദൈവജനത്തിന്റെ ഒരു പ്രവചനാത്മാവിലുള്ള ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന്, നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്.
അതുവരെ നമുക്കുണ്ടായിരുന്ന ധാരണകൾ മാറി വ്യക്തമായ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ധാരണകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും പ്രബോധനം ലഭിക്കുന്നുണ്ട്. ഇവിടുന്ന് തിരിയണം, എവിടെയാണ് മാനസാന്തരപ്പെടേണ്ടത്, എങ്ങോട്ടാണ് തിരിയേണ്ടത്, എന്താണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നം എന്നുള്ളതിനെ കുറിച്ച് ഒരു ആന്തരിക ബോധ്യം എനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. കാരണം ആ വ്യക്തിയുടെ പ്രവചിക്കുന്ന ആളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് ചില തലങ്ങളിൽ. ആ സ്വാതന്ത്ര്യമാണ് മറ്റുള്ളവർക്കും ഒരു വെളിച്ചമായിട്ട് തീരുന്നത്. അപ്പൊ നമ്മള് പലപ്പോഴും നമ്മളെ കുറിച്ചുള്ള സത്യം, ഇപ്പൊ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് പറയാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. അവൻ പഠിച്ചിരിക്കുന്ന ഒരു പരിധിയെ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റത്തുള്ളൂ. 2ൽ പഠിക്കുന്ന കൊച്ചിന് കുറച്ചുകൂടെ അധികം പരിധിയുണ്ട്, കൂടുതൽ കാര്യങ്ങൾ അവൻ അറിയാം. 3-ലാകുമ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്ന് പറയുമ്പം ഇപ്പം അവനവന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്ന കാര്യങ്ങളാണ്. 1 1 2 പറയുന്നതും 1+1 = 2 എഴുതുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യം എഴുതാനല്ല പഠിക്കുന്നത്, പറഞ്ഞാ പഠിക്കുന്നത്, അതിനുശേഷം എഴുതി പഠിക്കുന്നത്. അപ്പൊ അത് അവന്റെ ഒരു ബേസ് ആയിട്ട്, അടിസ്ഥാനമായി തീരുന്നുണ്ട്. മുമ്പോട്ടുള്ള അവന്റെ ജീവിതത്തിൽ അവനെ സഹായിക്കുന്ന പല കാര്യങ്ങളായിട്ട് തീരുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ നമ്മളും അനുസരിച്ചിട്ട് പഠിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ കേൾക്കുന്നു, പഠിക്കുന്നു, അനുസരിക്കുന്നു. അങ്ങനെ നമുക്ക് അത് ബോധ്യമായി തീരുന്ന ആ കാര്യത്തെക്കുറിച്ച്. പിന്നെ നമുക്ക് സംശയമില്ല ആ കാര്യത്തെക്കുറിച്ച്. ഈ ശരീരമാകുന്ന സഭയെക്കുറിച്ചുള്ള ഒരു ആന്തരിക ദർശനം നമുക്ക് ലഭിക്കും തോറും നാം നമ്മുടെ പരിധിക്കുള്ളിലേക്ക് ഒതുങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ ആ അറിവിന്റെ അല്ലെ നമ്മുടെ അനുഭവത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും നമ്മൾ വായിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രായോഗിക ജ്ഞാനല്ല, പ്രാക്ടിക്കലായിട്ട് നമ്മൾ കുടുംബത്തിലത് ചെയ്തു പഠിക്കുന്നത്. ഈ ചെയ്തു പഠിക്കുന്നതാണ് നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. പഠിച്ച കാര്യമല്ല, പഠിച്ചത് അനുസരിക്കുന്ന വഴി നമുക്കുണ്ടാകുന്ന ഒരു ആന്തരിക വളർച്ചയുണ്ട്. അപ്പൊ അതില്ലാതിരുന്നാൽ നമ്മൾ ഈ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആയിട്ട് പോകും. എന്ന് പറഞ്ഞാൽ മണൽമേൽ പണിത വീട് പോലെ ആയിരിക്കും. കേട്ടു, നമ്മളൊരു പണിയൊക്കെ എടുത്തു, പരീക്ഷ വരുമ്പം അല്ലെ ആ പണിത വീട് താഴെ പോകുന്നു, ഇടിഞ്ഞു പോകുന്നു. അപ്പം കുടുംബജീവിതത്തില് ഭാര്യ-ഭർതൃ ബന്ധത്തില് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സഹോദരന്മാരിൽ നിന്ന് കേൾക്കുന്നു. പക്ഷെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പം ഒന്നാമത്തെ കാര്യം, ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കരുത്, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ, ബഹുമാനം കൊടുപ്പീൻ. അപ്പം പ്രായോഗിക തലത്തിൽ വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും പ്രായോഗിക തലത്തിൽ നമ്മൾ വീണുപോകുന്നു. നടക്കാൻ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ അതിന് ആഗ്രഹമുണ്ട് നടക്കണമെന്ന്, പക്ഷെ എൻ്റെ കാലുകൾക്ക് ബലമില്ലാത്തത് കൊണ്ട് നടക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ വീണുകൊണ്ടിരിക്കുക. പക്ഷെ ആ കുഞ്ഞിന്റെ ഉള്ളിലത്തെ ആ ആഗ്രഹം കെട്ടുപോകാത്തത് കൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നത്. പണ്ടൊരിക്കലും ഇവിടെ നമ്മുടെ ഒരു സഹോദരൻ ഒരു മോനുണ്ടായിരുന്നു, വളരെ ചെറുതാ, ഒരു 3 വയസ്സോ 4 വയസ്സൊക്കെ ഉള്ളൂ. അപ്പൊ ഒരിക്കലും ഞങ്ങളിങ്ങനെ ഇവിടെ അടുത്തുള്ള പുഴയെ പോയപ്പോ പുള്ളിയോട് ചോദിച്ചു, നീന്താൻ അറിയോ? ഇതേ കണ്ടോന്ന് പറഞ്ഞു പുള്ളി എടുത്തൊരു ചാട്ടമാ വെള്ളത്തിലേക്ക്. അപ്പം പുള്ളിയുടെ കൂട്ടുകാരൻ പറഞ്ഞു, ചേട്ടാ അവനെ പിടിച്ചോ, അവന് നീന്തലൊന്നും ചത്തുപോകുന്നു പറഞ്ഞു. അപ്പൊ അടുത്ത് നിന്ന് ആള് ചാടി പുള്ളിയെ എടുത്ത് കരക്കുകയെത്തി. എന്ന് പറഞ്ഞാൽ പിള്ളേരെല്ലാം ചാടി കുളിക്കുന്നത് കണ്ട് പുള്ളിക്ക് ഭയങ്കര ആവേശമുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ പുള്ളി നീന്തി പഠിച്ചിട്ടില്ല, എടുത്ത് ചാടി പുള്ളി വെള്ളം കുടിച്ചു. എന്ന് പറഞ്ഞല്ല, പ്രായോഗികമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ കേട്ടു, പല സഹോദരന്മാരുടെ ജീവിതത്തിൽ കണ്ടു, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി തീരുന്നില്ല. അതിന്റെ കാരണം നമുക്ക് ആ തലത്തിൽ അത്രത്തോളം വിശ്വാസമില്ല. നമ്മളിതൊക്കെ ഏറ്റു പറയുന്നുണ്ടെങ്കിലും നമുക്ക് വിശ്വാസമില്ല. ഗിദെയോൻ യുദ്ധത്തിലായിട്ട് തിരഞ്ഞെടുത്തപ്പം ആദ്യം വലിയ ആൾക്കൂട്ടം വന്നപ്പോൾ ആദ്യം പറഞ്ഞു, പേടിയും ഭയവും ഒക്കെ ഉള്ളവരെ പൊക്കോളാൻ പറഞ്ഞു, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. നമ്മൾ വായിക്കുന്ന ഒരു വലിയ കൂട്ടം പോയി. സത്യസന്ധരായിരുന്നവര്, അവര് യുദ്ധത്തിന് വേണ്ടി വന്നവരാണ്, പക്ഷെ അവർക്ക് പേടിയും ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. അവരോട് പൊക്കോളാൻ പറഞ്ഞാണ് ഒരു സന്തോഷത്തോടെ വീട്ടിൽ പോയി. പിന്നീടാണ് അടുത്ത ഗ്രൂപ്പിനെ പരീക്ഷിച്ചത്, നദിയുടെ അടുക്കൽ കൊണ്ടുപോയി പരീക്ഷിച്ചിട്ട് തിരഞ്ഞെടുക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരാഗ്രഹമൊക്കെ കാണും,
പക്ഷെ പ്രായോഗികമായിട്ട് നമുക്കതിനുള്ള ജ്ഞാനം ഉണ്ടാകത്തില്ല, അല്ലെ വിശ്വാസം ഉണ്ടാകത്തില്ല. അപ്പൊ വിശ്വാസം ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് നമ്മൾ അതിനെ ഓവർകം ചെയ്യും, ജയിക്കും. നമ്മുടെ കുടുംബജീവിതത്തിലാണ് ആദ്യം നമ്മളിത് പരിശീലിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, അധ്വാനിക്കുന്ന കൃഷിക്കാരൻ ആദ്യഫലം അനുഭവിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ കയ്പില്ലാതെ ജീവിക്കാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, വരുമാനെ സ്നേഹിപ്പിനവരോട് കയ്പോടെ ഇരിക്കരുത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, എൻ്റെ ആഗ്രഹം അതാണ്, ഞാൻ അതിനുവേണ്ടി പോരാടുന്നു. പക്ഷെ ആ നിലയിൽ നടക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് മറ്റൊരാളോട് പറയാൻ കഴിയും, ഭാര്യമാരെ സ്നേഹിപ്പിനവരോട് കയ്പായിരിക്കരുത്. അപ്പൊ നമ്മൾ ഏതളവിൽ അനുസരണത്തിന്റെ വഴിയിൽ നടക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ഏതളവിൽ കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടോ, വിശ്വാസമുണ്ടോ, ആ അളവിലാണ് നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം 3-ാം അധ്യായങ്ങളിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. ഇവിടുത്തെ വാഗ്ദത്തം മുഴുവൻ ജയിക്കുന്നവർക്കുള്ളതാണ്. ഈ ജയിക്കുന്നവരുടെ അടിസ്ഥാന കാരണം വിശ്വാസമാണ്. ഒരു വിശ്വാസത്താലാണ് ജയിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളില് ദൈവം തന്നിരിക്കുന്ന വിശ്വാസം വർദ്ധിക്കുന്നത്, ഇപ്പം ദാവീദ് ഗോലിയാത്തിനെ കണ്ടപ്പം അവനെ ഞാൻ കൊല്ലുമെന്ന് പറയാനുള്ള കാരണം, കഴിഞ്ഞ കാല ജീവിതത്തിൽ ദൈവം അവന്റെ ജീവിതത്തിൽ ചിലതൊക്കെ ചെയ്തു. ഒരിക്കൽ കരടിയും സിംഹവും വന്നപ്പോൾ യഹോവയുടെ നാമത്തിൽ ഞാനതിനെ കീറിക്കളഞ്ഞിട്ട് ആടിനെ രക്ഷിച്ചു. അതുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മളും ചെറിയ കാര്യങ്ങളിൽ അനുസരിക്കാൻ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കും തോറുമാണ് നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്നത്. വലിയ ഇഷ്യൂസ് വരുമ്പം അതേ വിശ്വാസം നമ്മളെ അതിനെ ജയിക്കാനായിട്ട് സഹായിക്കും. ഒരു ശരീരമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതളവിൽ ഒരാൾ ജയിക്കുന്നോ ആ അളവിലാണ് ആ ആൾക്ക് സഭയിലൊരു ശുശ്രൂഷയുള്ളത്. രഹസ്യ ജീവിതത്തിൽ പാപത്തെ ജയിക്കുന്ന ഒരാൾക്ക് സഭയ്ക്കുള്ളിൽ ദൈവം എപ്പോഴും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും, മറ്റുള്ളവരെ ഉണർത്താനും ഉത്സാഹിപ്പിക്കാനും പണിയാനും. അപ്പൊ ആ ഒരു യാത്രയില് പ്രാഥമികമായിട്ട് ദൈവം ചെയ്യുന്ന ഒരു കാര്യം ഒരു ശരീരത്തിന്റെ മനോഭാവം നമുക്ക് നൽകുക എന്നുള്ളതാണ്. ഞാൻ നമ്മുടെ ഒരിക്കലും ഒരു ഗ്രൂപ്പിൽ പോയിക്കൊണ്ടിരുന്നപ്പം അവിടുത്തെ സഹോദരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പുള്ളി പറയുന്ന, കർത്താവേ, സഹോദരൻ ഒത്തിരി ആയുസ്സൊക്കെ കൊടുക്കണം, ഇനി ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ സഹോദരന് കിട്ടാനൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞപ്പം സഹോദരനോട് പറഞ്ഞു, നിങ്ങളൊരു ശരീരമാണ്, ഒന്നിച്ച് പണിയണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച സഹോദരൻ കുറച്ചുനാൾ കഴിഞ്ഞും പറഞ്ഞു, നീ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു, കൊള്ളാൻ പറഞ്ഞു. അപ്പം അത് യഥാർത്ഥത്തിലുള്ള ഒരു ശരീരത്തിന്റെ പണി ആയിരുന്നില്ല. തലയുമായിട്ടൊരു വ്യക്തിബന്ധം രണ്ടുപേർക്ക് ഉണ്ടാകുമ്പോഴേ ഒരു ശരീരത്തിന്റെ മനോഭാവം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഈ കാര്യങ്ങൾ കേൾക്കുകയും പഠിക്കുകയും തിയറിറ്റിക്കലി ഇതൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു, നമ്മൾ വിചാരിക്കും ഞാനത് കണ്ടെത്തി എന്നുള്ളത്. പക്ഷേ പരീക്ഷകൾ വരുമ്പം അത് യാഥാർത്ഥ്യമല്ലായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. അതേസമയം എനിക്ക് തലയുമായിട്ടൊരു സജീവ ബന്ധം ഉണ്ടെങ്കിൽ, ഒരാളോടുള്ള ബന്ധത്തിൽ ദൈവം എനിക്ക് ആന്തരികമായ ഒരു ബോധ്യം തരും, ഇതെന്റെ കർത്താവിന്റെ ശരീരമാകുന്ന സഭയിൽ എൻ്റെ ഒരു ഭാഗമാണ്. അല്ലാത്തവരോടുള്ള ബന്ധത്തിൽ നമുക്ക് ആന്തരികമായിട്ട് അങ്ങനത്തെ ഒരു ബോധ്യം ഉണ്ടാകത്തില്ല. നമ്മൾ വളരും തോറും ആ ബോധ്യം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും. ഇപ്പം കർത്താവ് ഇങ്ങനെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനുള്ളത് എന്തെന്ന് തന്നെ തന്നെ അറിഞ്ഞിരിക്കാൻ അവൻ ആരുടെയും പക്കൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തില്ല. അപ്പം ഈ നമ്മൾ തലയുമായുള്ള ബന്ധം സജീവമാകും തോറും ശരീരത്തിന്റെ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ തുടങ്ങും. അത് കൃത്രിമമല്ല, ആത്മാവ് തന്നെ തരുന്ന ഒന്നാണ്. ആ നിലയിൽ പണിയപ്പെടുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു വേദന വരുമ്പോൾ അത് നമ്മുടെ വേദനയായിട്ട് നമുക്ക് ഏറ്റെടുക്കാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ആ ഒരു വേദന നമുക്ക് ഫീൽ ചെയ്യും ആന്തരികമായിട്ട്. ആ ഒരു ഭാരം നമുക്ക് ഫീൽ ചെയ്യും. ആ സഹോദരന്റെ ഭാരം അല്ലെ സഹോദരന്റെ ഭാരം നമ്മുടെ ഭാരമായിട്ട് തീരും. മറ്റേ നമ്മള് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ച് നമ്മളങ്ങ് പോകും, മറന്നുപോകും. പക്ഷെ ആ ശരീരത്തിന്റെ പണിയിലായിരിക്കുന്ന രണ്ട് സഹോദരന്മാർ തമ്മിലാണെങ്കിൽ അത് തുടർച്ചയായിട്ട് നമുക്കൊരു വേദന അനുഭവപ്പെടുന്നത് പോലെ തുടർച്ചയായിട്ട് ആ ഒരു ഭാരം നമ്മൾ അതേ വെയിറ്റിൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഭാരം പോലെ നമ്മൾ അതുമായിട്ട് ദൈവത്തിനടുക്കെ ചെല്ലും, നമ്മുടെ വേദന പോലെ അതുമായിട്ട് നമ്മുടെ ദൈവത്തിനടുക്കെ ചെല്ലും. അത് പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് നൽകുന്ന ഒരു
അനുഭവമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് കൂടി വരും തോറും ആ ഒരു ശരീരത്തിന്റെ ഫീലിംഗ് നമുക്ക് വർദ്ധിച്ചുകൊണ്ട് വരും. അപ്പൊ അതിലൊരാള് അഭിനന്ദനാർഹമായ ഒരു കാര്യം ചെയ്യുന്ന കാണുമ്പം നമുക്ക് ഭയങ്കര സന്തോഷം വരും. പക്ഷേ നമ്മുടെ ഉള്ളിൽ തലയുമാണ് ഒരു ബന്ധം സജീവമല്ലെങ്കിൽ നമുക്ക് സന്തോഷത്തിന് പകരം അസൂയ വരും. അപ്പൊ നമ്മുടെ കുഞ്ഞ് പരാജയപ്പെട്ടു, വേറൊരു സഹോദരന്റെ കുഞ്ഞ് വിജയിച്ചു. അപ്പൊ നമുക്ക് എന്താ തോന്നുക? ഈ ശരീരത്തിന്റെ പണിയിലാണെങ്കിൽ ആ കുഞ്ഞിന്റെ വിജയം നമ്മുടെ കുഞ്ഞ് വിജയിച്ചപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അതേ സന്തോഷം തരും. അല്ലെങ്കിൽ നമുക്ക് അസൂയ ഉണ്ടാവുക. പുറമെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആന്തരികമായിട്ട് നമുക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല. ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയാം, നിങ്ങൾ സന്തോഷിക്കുന്നവരോടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യും. അപ്പൊ ഈ ശരീരത്തിന്റെ പണിയിലാകുന്നിടത്ത് ആ കാര്യം നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഒരു ശ്രമത്തിന്റെ ആവശ്യമില്ല. നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് ആ സഹോദരന്റെ വേദനയെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കും ഭയങ്കര വേദന തോന്നും. ആ സഹോദരന്റെ വിജയങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കും സന്തോഷം തോന്നും. അങ്ങനെ പണിയപ്പെടുന്ന ഒരു ശരീരത്തോടുള്ള ബന്ധത്തിൽ, അവയവങ്ങളോടുള്ള ബന്ധത്തിൽ പ്രത്യേകത ഇത് വിട്ടിട്ട് പോകുന്നൊരു ഭയം നമുക്ക് കാണത്തില്ല. നമ്മളെ അല്ലാത്തവരോടുള്ള ബന്ധത്തിൽ നമുക്ക് അധികമായിട്ട് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടാകത്തില്ല, ഒരു ഫീലിംഗ് ഉണ്ടാകത്തില്ല. ഇപ്പൊ നമുക്കറിയാം, നമുക്കൊരു കൃത്രിമ കൈ വെച്ചെങ്കിൽ, നമ്മുടെ കൈ നഷ്ടപ്പെട്ടു, ഒരു കൃത്രിമ കയ്യ വെച്ചെങ്കിൽ ആ കൈക്ക് വേദന അറിയത്തില്ല. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കെല്ലാം വേദന അറിയാം, പക്ഷെ കൈക്ക് വേദന അറിയത്തില്ല. ആ കൈക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ പരിമിതമായിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പം കർത്താവ് തന്റെ ശരീരത്തെയാണ് ഈ കാലഘട്ടത്തിൽ പണിയുന്നത്. ഒരു എന്താ പറയുക, സംഘടനയല്ല. സംഘടനയുള്ളവർ തമ്മില് ഒരു ജീവൽ ബന്ധമല്ല ഉള്ളത്, ഒരു കോമൺ പർപ്പസിലേക്ക് പോകുന്നതുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണുള്ളത്. അതേസമയം ശരീരത്തിന്റെ പണിയിലായിരിക്കുന്നതിനുള്ള ബന്ധത്തിൽ ഒരു ജീവന്റെ കണക്ഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാൾ പറഞ്ഞ് നമ്മളെ ഭാരം കൈമാറേണ്ട അവസ്ഥ കാര്യമില്ല. നമ്മളത് അറിയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ആ ഭാരം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കുടുംബജീവിതത്തില്, ഭാര്യ ഭർത്തൃബന്ധത്തില് നമ്മൾ ഏതളവില് ഇത് അനുഭവിക്കുന്നോ ആ അളവിലാണ് സഭയോടുള്ള ബന്ധത്തിലും നമുക്ക് അനുഭവം ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ഒരു ഭാഗത്ത് പറയുക, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആരും ഒരു നാളും തന്റെ ശരീരത്തെ പകച്ചിട്ടില്ലല്ലോ. അപ്പൊ ഭാര്യയെ പകയ്ക്കുന്നവൻ തന്നെത്താനൊക്കെ പകയ്ക്കുന്നു. അപ്പൊ എന്റെ ഭാര്യയാളുടെ ബന്ധത്തിൽ എനിക്ക് പകയുണ്ടെങ്കിൽ, അവളുടെ വീഴ്ചകൾ ഞാൻ രഹസ്യമായിട്ട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് കയ്പുണ്ടെങ്കിൽ, ഞാൻ ചർച്ചിൽ വന്നിരിക്കുമ്പോഴും തനിയുമായും ബന്ധമില്ലാത്തവരായിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യയോടുള്ള ബന്ധം പോലെ എനിക്ക് ചർച്ചിലുള്ളവരോടൊരു ബന്ധം ഉണ്ടാകത്തുള്ളൂ. ആന്തരികമായിട്ട് അകൽച്ചയും പരിഭവവും പരാതിയും കുറ്റപ്പെടുത്തലും കയ്പും ഒക്കെ ആയിരിക്കും എൻ്റെ ഉള്ളിലുള്ളത്. പുറമെ അങ്ങനല്ല, കാണുന്നവർക്ക് ഫീൽ ചെയ്യത്തില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ആയിരിക്കും. അതേസമയം നമുക്ക് കർത്താവുമായുള്ള ഒരു വ്യക്തിബന്ധം ഉണ്ടെങ്കിൽ, ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധം പോലെ ഒരു ബന്ധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു പ്രക്രിയ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ കൂടുതൽ കൂടുതൽ ജീവന് ആയി തീരുന്നുണ്ടെങ്കിൽ, നമുക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ടാവും. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു ആള് കൃഷിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിശദമായിട്ട് പറയുമ്പോൾ നമുക്ക് തോന്നും അയാളുടെ കൃഷിയുടെ ഒന്ന് പോയി കാണണം, എങ്ങനെ ഉണ്ട് പുള്ളിയുടെ പറച്ചിലൊക്കെ. പക്ഷെ നമ്മൾ പിടിച്ച് കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ പുള്ളി ഭയങ്കര വിളവുണ്ടാകുന്ന കൃഷിയെ കുറിച്ചൊക്കെ പറയുന്നെങ്കിൽ നമുക്കറിയാം അത് പുള്ളി തട്ടിപ്പുകാരനാണെന്നറിയാം. എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ ഉള്ളില് കുടുംബജീവിതത്തിലാണ് ഇതിന്റെ ഒരു പരീക്ഷണം നടത്തുന്നത്. അപ്പൊ ആ പരീക്ഷണം ഒരാൾ കാണാൻ വന്നെങ്കിൽ സാഗ്ബർ എപ്പോഴും പറയാറില്ലേ, നിങ്ങൾ വന്ന് ഞങ്ങളുടെ കുടുംബജീവിതം കാണും, കം ആൻഡ് സീ, വന്ന് കാണും. ചർച്ചിൽ പറയുന്നതും കുടുംബജീവിതവും ഒരുപോലെ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ചർച്ചിൽ പറയുന്ന ഒരു കാര്യം പ്രായോഗിക ജീവിതം വളരെ വ്യത്യസ്തമായിരിക്കും.
നമ്മൾ ഏതളവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു പണി ചെയ്യുന്നുണ്ടോ ആ അളവിലാണ് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നത്. അങ്ങനെ പ്രവചിക്കുമ്പോൾ നമ്മൾ സുബോധത്തോടെ ആയിരിക്കും ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ളതേ പറയത്തുള്ളൂ, അല്ലാത്ത നമ്മൾ പറയാൻ നിൽക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് കേൾക്കുന്നവരിൽ ഒരു ജീവൻ കൊടുക്കത്തില്ല. തുടർന്ന് നമ്മളിവിടെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, പ്രവചനമെങ്കിൽ 6 പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ. നമ്മളെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, പത്രോസിന്റെ അമ്മായിമ്മ പനി പിടിച്ച് കിടക്കുകയായിരുന്നു, കർത്താവ് ചെന്ന് അവിടെ സൗഖ്യമാക്കി. നമ്മളിങ്ങനെ വായിക്കുന്നു, അവിടെ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. അവിടുത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താ? എനിക്ക് തോന്നുന്നത് അവരുടെ ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലെ ശുശ്രൂഷ എന്ന് പറയുന്നത് വരുന്നവർക്ക് നമ്മൾ ചായയോ കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും, എന്തെങ്കിലും ഭക്ഷണം കടികളൊക്കെ കൊടുക്കും. ശുശ്രൂഷിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കാര്യം ഈ സഭയിൽ ചെയ്യുന്ന പ്രസംഗത്തെ കുറിച്ചാണ്. പക്ഷെ ഒരു ശരീരമാകുന്ന സഭയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ എന്ന് പറയുമ്പം ഒരാൾ രോഗിയായി കിടക്കുന്നു, അല്ലെ വീട്ടിലെല്ലാവരും രോഗികളായിട്ട് കിടക്കുന്നു. നമ്മുടെ ഈ കോവിഡ് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. വീടടച്ച് അപ്പനും അമ്മയും മക്കളും എല്ലാവരും രോഗികളായിട്ട് കിടക്കും. അവിടെ കന്നാലി ഉണ്ടാവും, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നാട്ടുകാരുടെ ടീം ഉണ്ടാക്കിയിട്ട് കുറച്ചുപേര് പോയി അവരുടെ കന്നുകാലികൾക്ക് പുല്ലൊക്കെ ചെത്തി കൊടുക്കും, കുറച്ചുപേര് വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കും. ആ നിലയിൽ അവരെ പറഞ്ഞ പോലെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ ഒത്തിരി ശുശ്രൂഷകളുണ്ട്. അത് ക്ലീൻ ചെയ്യുന്ന ശുശ്രൂഷയുണ്ട്, കസേര ഇടുന്നുണ്ട്, ഈ കസേര എടുത്ത് അടുക്കി വെക്കുന്നുണ്ട്, അടിച്ചു വാരുന്ന എല്ലാം ഒത്തിരി ഉണ്ട്. അപ്പം ഇപ്പൊ നമുക്ക് ശുശ്രൂഷിക്കാനാ വരം തന്നിരിക്കുന്നതെങ്കിൽ ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ. ഇപ്പം അവിടെ അന്നേരം നമുക്കറിയാം സ്തേഫാനോസിനെ തിരഞ്ഞെടുത്തത് മേശയിലെ ശുശ്രൂഷയ്ക്കാണ്. പക്ഷെ നമ്മൾ വായിക്കുന്ന അവൻ കൃപയും ശക്തിയും നിറഞ്ഞവനായി തീർന്നിട്ട് മേശയിലെ ശുശ്രൂഷയെ കഴിഞ്ഞിട്ട് ഒരു പ്രസംഗം ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ പ്രസംഗം അവനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിന് കാരണമായി തീർന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസ്തരായിരിക്കും തോറും ദൈവം നമ്മുടെ അതിനെ വിശ്വാസമാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഏൽപ്പിച്ച വിശ്വസയോടെ ചെയ്യുമ്പോൾ, കുറുവറുപ്പില്ലാതെ പരാതിയില്ലാതെ സന്തോഷത്തോടെ ചെയ്യുമ്പോഴാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വിശാലത വരുത്തുന്നത്, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്നത്. അപ്പൊ ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവരെങ്കിൽ ഉപദേശത്തിൽ. ഉപദേശിക്കാനുള്ള ഒരു കൃപ കിട്ടിയിരിക്കുന്ന ആള് ഉപദേശത്തിന്റെ തലത്തിൽ തന്നെ നിൽക്കണം. അല്ലെ, നമ്മളിപ്പം കല്യാണത്തിനൊക്കെ വിളമ്പുകാരെ ആക്കാറുണ്ട്. നമ്മുടെ ഇവിടത്തെയൊക്കെ ഇതനുസരിച്ച് ആദ്യം നമ്മൾ വിളമ്പുന്നത് ഉപ്പാണ്. ഇപ്പൊ ഒരാൾ ഉപ്പ് വിളമ്പുന്ന ഏൽപ്പിക്കുന്നു, അയാൾ ആ കല്യാണത്തിന്റെ ഭക്ഷണ പരിപാടി കഴിയുന്നിടം വരെ അയാൾ അത് തന്നെ ചെയ്യുന്നു, ഉപ്പ് വിളമ്പിക്കൊണ്ടേയിരിക്കും. അടുത്തയാൾ വെള്ളം കൊണ്ട് കൊടുക്കും, അല്ലെ, ആദ്യത്തെ ആളെ ഇലയാ കൊടുക്കുന്നത്, പിന്നെ ഉപ്പ് കൊടുക്കുന്നു, പിന്നെ വെള്ളം കൊടുക്കുന്നു, പിന്നീട് ഭക്ഷണം ചോറ് വിളമ്പുന്നു, പിന്നെ ഓരോരുത്തരും ഓരോ കറി വിളമ്പിക്കൊണ്ടായിരിക്കുന്നത്. ഇപ്പൊ അതിലായാലും ഒരാള് എന്റെ ഈ പരിപാടി എത്ര മെച്ചമല്ല, ഞാൻ നിർത്തിയേക്കാണെന്ന് വിചാരിച്ചാലോ അതാകപ്പാടെ അലങ്കോലപ്പെടും. എന്ന് പറഞ്ഞതുപോലെ ഈ നമ്മുടെ സഭ, ശരീരമാകുന്ന സഭയുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് തരുന്ന ഒരു ശുശ്രൂഷയുണ്ട്, ഏതാണെങ്കിൽ അത്. അപ്പൊ നമ്മൾ അതിൽ തന്നെ സ്ഥിരതയുള്ളവരായി തീരുകയും വിശ്വസ്തരായി തീരുകയും ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മുടെ അതിന് കുറെ കൂടെ വിശാലമാക്കും. അപ്പൊ ഇവിടെ ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ തന്നെയാണ് ശ്രദ്ധിക്കണം, പ്രബോധിപ്പിക്കുന്നവരെങ്കിൽ പ്രബോധനത്തിൽ, അവർ പ്രബോധനത്തിൽ തുടരണം. അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പം നമ്മുടെ ഹൃദയം ചെയ്യുന്ന പ്രക്രിയ എന്താ? തുടർച്ചയായിട്ട് രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അത് വേറൊരു ശുശ്രൂഷയ്ക്കും പോകത്തില്ല. നീ കരളാണേല് ക്ലീൻ ചെയ്യുന്ന പ്രക്രിയയിലായിരിക്കും, മൂക്ക് ശ്വസിക്കുന്ന പ്രക്രിയയിലായിരിക്കും, ചെവി കേൾക്കുന്ന പ്രക്രിയയിലാണ്, കണ്ണ് കാണുന്ന പ്രക്രിയയിലാണ്. ഒരിക്കലും നമ്മുടെ ശരീരത്തിലെ കണ്ണ് ഞാൻ ചെവിയായിരുന്നു എന്ന് ചിന്തിക്കാറില്ല, അല്ലെങ്കിൽ ചെവി ഒരിക്കലും ഞാൻ കണ്ണായിരുന്നതെങ്കിൽ. പക്ഷെ പലപ്പോഴും നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ നമ്മൾ ഈ സുബോധമാവണ്ണം ഭവിക്കാത്തത് കൊണ്ട് നമുക്ക് ആയിരിക്കുന്ന തലത്തിൽ തൃപ്തരല്ല. അപ്പൊ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താ? നമ്മൾ കണ്ണാണെങ്കിൽ നമ്മുടെ ചിന്ത മുഴുവൻ എനിക്ക് എപ്പോഴാ ചെവിയാൻ പറ്റും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ട പോലെ നമ്മൾ ഭവിക്കണമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്,
8-ാം വാക്യം, പ്രബോധനത്തിൽ ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ. ഇപ്പം ഈ പ്രബോധനത്തോടുള്ള ബന്ധത്തിൽ 8-ാമത്തെ വാക്യത്തില് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇഫ് യുവർ ഗിഫ്റ്റ് ഈസ് ടു എൻകറേജ് അതേഴ്സ്, ബി എൻകറേജിങ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ആള് ആരെ കണ്ടാലും എൻകറേജ്, ഉത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ഉത്സാഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉത്സാഹമുള്ളവനായിരിക്കണം. ഞാൻ എല്ലാ സമയത്തും ഉത്സാഹമുള്ളവനാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇഫ് ഇറ്റ് ഇസ് ഗീവിങ്, ഗീവ് ജനറസ്ലി. കൊടുക്കുന്നതാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ. ഇപ്പം കൊടുക്കുന്നതിനോടുള്ള ബന്ധത്തില് നമ്മൾ ചിന്തിക്കുമ്പം ശരീരമാകുന്ന സഭയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ആ കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ അബദ്ധങ്ങൾ കാണിക്കാം. വളരെ ലാവിഷായിട്ട് ചെലവഴിച്ച് കടത്തിലായിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുകയെന്ന് വിചാരിക്കും. പക്ഷെ ഇത് കഷ്ടമായിപ്പോയി, നമ്മുടെ സഹോദരനല്ലേ, എന്നാൽ നമുക്ക് സഹായിച്ചേക്കാന്നും കണ്ട് നമ്മൾ പരിധി വിട്ട് സഹായിച്ചിട്ട് എന്താ സംഭവിക്കുക? ദൈവം ആ സഹോദരനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മിതവ്യയത്വമുണ്ട്. ചിലവാക്കുന്ന കാര്യത്തിൽ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. നമ്മളത് മനസ്സിലാക്കാണ്ട് പുള്ളിക്ക് ഒത്തിരി കൊടുത്താൽ ആ പുള്ളി പിന്നെയും ചെലവഴിച്ച് വീണ്ടും കടത്തിൽ തന്നെ തുടരും. അപ്പൊ അത് സഭയാണ് ചെയ്യുന്നതെങ്കിൽ ഈ ജ്ഞാനത്തോടെ ചെയ്യാൻ പറ്റും. ആളെ മനസ്സിലാക്കി. ഇപ്പൊ ഒരാൾക്ക് നമുക്ക് ഓരോ ദിവസവും കുറേശ്ശെ പൈസ കൊടുക്കണമെന്ന് വിചാരിക്കുക. ഒരു 500 രൂപ വീതം എല്ലാ ദിവസവും കൊടുക്കണം. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കുക, അതൊരു മെനക്കേടാണല്ലോ, അന്ന് ഒരു മാസം ഒന്നിച്ചും കൊടുത്തേക്കാം. എന്താ സംഭവിക്കാൻ പോകുന്നത്? ആ സഹോദരന് അത് വല്ലാണ്ട് ചെലവാക്കി അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പം അവൻ ആരുടെയും കടം മേടിക്കേണ്ടി വരും. അതേസമയം നമ്മൾ ദിവസവും കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ അവൻ ആ കാര്യത്തിന് വേണ്ടി തന്നെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും അവന്റെ ആവശ്യം നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്ത് ആ സഹോദരനൊരു നിയന്ത്രണമുള്ളവനായി തീരുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഏൽപ്പിക്കാം. അപ്പം അത് നശിപ്പിച്ച് കളയാതെ ക്രമമായിട്ട് ഉപയോഗിക്കും. പക്ഷെ നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു കരുണയുടെ അനന്തരഫലമായിട്ട് അങ്ങനെ ചെയ്താൽ എന്താ, ഇങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചാൽ ആ സഹോദരൻ ഒരിക്കലും ദൈവിക അച്ചടക്കം പഠിക്കത്തില്ല. അപ്പൊ നമ്മൾ ദാനം ചെയ്യുമ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ദാനം ചെയ്യുകയാണെങ്കിൽ ജനറസ്ലി എന്നാണ് ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേഴ്സിനും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ലിവിംഗ് വേയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അതിങ്ങനെ തുടങ്ങുന്നത്, ഓർ ദ വൺ ഹു എക്സോൾട്ട് ഇൻ ദ വർക്ക് ഓഫ് എക്സോർട്ടേഷൻ, വൺ ഹു ഗിവ്സ് വിത്ത് ജനറോസിറ്റി, ദ ഹു ഈസ് ലീഡർഷിപ്പ്. അപ്പൊ നമ്മുടെ ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവാണ് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മളത് അംഗീകരിക്കാനായിട്ട് നമ്മളെ തന്നെ താഴ്ത്തുന്നവരായിരിക്കണം. അപ്പൊ ഒരാൾക്ക് പരിശുദ്ധാത്മാവ് വേറൊരു ഗിഫ്റ്റ് കൊടുത്തെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് അസൂയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ പരിശുദ്ധാത്മാവിന് അറിയാവുന്നത് ആർക്ക് ഏതൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെന്നുള്ളത്. ഭരിക്കുന്നവൻ, 8-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ. അടുത്തത്, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ. അവിടെ പറഞ്ഞിരിക്കുന്നത് the one who shows mercy with cheerfulness. നമ്മൾ കുടുംബത്തിലൊക്കെ നമുക്കറിയാം, നമ്മൾ ക്ഷമിക്കുമ്പോൾ ഇങ്ങനെ സന്തോഷത്തോടെയാണ് ക്ഷമിക്കുന്നത്. നമ്മളെ മുഖമൊക്കെ വീർപ്പിച്ച് പോട്ടെ, അതോ നമ്മൾ ചിയർഫുൾ ആയിട്ടാണ് ക്ഷമിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്ഷമ പ്രാപിക്കുന്ന ഒരാൾക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്ന പോലെയാണോ അതോ അസ്വസ്ഥ ഉളവാക്കുന്ന പോലെയാണ്? നമ്മുടെ അന്നത്തെ മുഖഭാവം എന്താ? ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലോ. നമ്മുടെ ആന്തരിക ഭാവങ്ങളെ നമ്മുടെ മുഖത്തോടെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ചില നമ്മൾ കാണുമ്പോൾ നമുക്കും സന്തോഷം തോന്നും. അവരെപ്പോഴും സന്തോഷവാന്മാരായിരിക്കും.
ചിലരെപ്പോഴും ഇങ്ങനെ ഭാരം വഹിച്ച് നടക്കുന്നു. അവരെ കാണുമ്പോൾ നമുക്കും ഒരു ഭാരം തോന്നും. പക്ഷെ സഭയായിട്ട് ദൈവം നമ്മളെ പണിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ബേസിക്കലായിട്ട് ഈ തലങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് ഒരു പുതുക്കം നൽകുകയാണ് നമ്മളെ പണിയുന്നത്. തുടർന്ന് 10ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ 9ാം വാക്യത്തിൽ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. അത് ലിവിംഗ് വേളിൽ പറഞ്ഞിരിക്കുന്നത് ലവ് മസ്റ്റ് ബി ഫ്രീ ഓഫ് ഹിപ്പോക്രസി. പത്രോസിന്റെ ലേഖനത്തില് 1 പത്രോസിന്റെ ലേഖനത്തില് അവിടെ നമ്മൾ ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. ഇരുപത്തിരണ്ടാം വാക്യം 1:22. 1 പത്രോസ് 1:22. എന്നാൽ സത്യം അനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റ സ്നേഹിപ്പീൻ. സത്യം അനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതി. ഇവിടെ പറയുന്നൊരു കാര്യം, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. ബാഹ്യതലത്തിലുള്ള യഥാർത്ഥ ഒരു ശരീരമായിട്ട് പണിയപ്പെടുമ്പോൾ ഉള്ള നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് നിർവ്യാജമായ ഒരു സ്നേഹമാണ്. അല്ല, നമുക്കൊരു ആക്ടിങ് അല്ല, അഭിനയിക്കുകയല്ല ചെയ്യുന്നത്, അത് ഒറിജിനലാണ്. സ്നേഹം ഒറിജിനൽ ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സ്നേഹം ഒറിജിനലാണ് അല്ലെ നിർവ്യാജമാണ്? നമ്മൾ പറയുന്ന വാക്കുകൾ സത്യസന്ധമാണ്. നമ്മളൊരാള് ഉപദ്രവിച്ചു, പോട്ടെ സാരമില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ആളോട് പോയിട്ട് പറയുക ആ പുള്ളി എന്തെങ്കിലും ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ എന്റെ അർത്ഥം നമ്മൾ വ്യാജമാണ് പറഞ്ഞത്. പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞത് സത്യസന്ധമായിട്ടാണ്, നമ്മൾ പിന്നെ ആരോടും പറയത്തില്ല, നമ്മളത് ക്ഷമിച്ചു പുറത്തു മറന്നു. പക്ഷെ നമ്മളത് അങ്ങനെ ആളോട് പറഞ്ഞിട്ട് വേറൊരാളോട് ചെന്ന് ഇയാൾ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത് നമ്മുടെ ആ സ്നേഹം വ്യാജമുള്ളത്, നിർവ്യാജമല്ല, വ്യാജമുള്ളതാണ്. തുടർന്ന് 9ാം വാക്യത്തിൽ തുടർന്ന് നമ്മൾ ഇങ്ങനെ വായിക്കുന്ന, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുകയും. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മളിത് കാണുന്നത്. തീയത് നമ്മളതിനെ വെറുക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ജീവിതത്തിലെ സ്നേഹശൂന്യമായ മനോഭാവങ്ങൾ കാണുമ്പോൾ അത് തീയ കാര്യമാണ്, തെറ്റായ കാര്യമാണ്. നമ്മളതിനെ വെറുക്കുന്നുണ്ടോ? എന്നിട്ട് അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, detest what is evil, cling to what is good. നല്ലതിനോട് പറ്റിക്കൊള്ളും. നല്ലതെന്ന് പറയുമ്പോൾ ദൈവഹിതമാണ്, തീയെന്ന് പറയുമ്പോൾ നമ്മുടെ ഹിതമാണ് എല്ലാ കാര്യങ്ങളിലും. അപ്പം തീയതിനെ വെറുക്കുക എന്ന് പറയുമ്പോൾ നമ്മളിൽ തന്നെ വരുന്ന ദൈവത്തിന് വിരുദ്ധമായ നമ്മുടെ ഹിതത്തെ വെറുക്കുക എന്നുള്ളതാണ്, നമ്മുടെ ഇഷ്ടത്തെ. എന്നിട്ട് നമ്മൾ ദൈവഇഷ്ടത്തിനോട് പറ്റിച്ചേരുക എല്ലാ കാര്യങ്ങളിലും. ഇതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. അടുത്ത് വീണ്ടും പറയുന്നു, സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. 10ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. അത് നമ്മൾ പലപ്പോഴും നമ്മുടെ ആഗ്രഹം ബഹുമാനം വേണമെന്നുള്ളതാണ്. നമ്മളെല്ലാം ആഗ്രഹിക്കാറുണ്ട് മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണം. പക്ഷെ ഒരു യഥാർത്ഥ ദൈവത്തിന്റെ അങ്ങനെ ആഗ്രഹം ഉണ്ടാകത്തില്ല. അവന്റെ ആഗ്രഹം ഞാൻ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവനായിരിക്കണം. പ്രത്യേകിച്ച് നമ്മളുടെ എഫെസ്യ ലേഖനത്തിലെ 5ാം അധ്യായത്തിലെ കുടുംബജീവിതത്തിലുള്ള ബന്ധത്തിൽ പറയുമ്പം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, 21ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. അന്യോന്യം എന്ന് പറയുമ്പോൾ, എന്നിട്ട് അടുത്ത വാക്യം പറയുന്ന, ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും.
അതിന്റെ 33-ാമത്തെ വാക്യത്തില്, എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും തന്റെ ഭാര്യയെ തങ്ങളെ പോലെ തന്നെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഭയപ്പെടുക എന്നുള്ളത് മലയാളത്തിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ബഹുമാനിക്കേണ്ടതാകും. ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അതെല്ലാം നമ്മൾ പ്രാക്ടിക്കലാക്കും നമ്മുടെ കുടുംബജീവിതത്തിലാണ്. നമുക്കറിയാം, മാതാപിതാക്കളെ അനുസരിക്കുന്ന ഒരു കുട്ടി സഭയിൽ ചെന്ന സഭയിലുള്ള അധികാരങ്ങളെയും അനുസരിക്കും. അപ്പം മാതാപിതാക്കളെ അനുസരിക്കാത്ത ഒരു കുട്ടിയാണ് സഭയിൽ ചെല്ലുന്നതെങ്കിൽ അത് അവിടെയുള്ള അധികാരങ്ങളെ അനുസരിക്കത്തില്ല. ഇവിടെ മത്സരവും ശാഠ്യവും ഒക്കെ കാണിക്കുന്ന ഒരാള് സഭയിൽ ചെന്നാലും അത് തന്നെ കാണിക്കും. അത് കുടുംബത്തോടുള്ള ബന്ധത്തിൽ യാഥാർത്ഥ്യമാണ്. ഇപ്പം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങാത്ത ഒരാള് സഭയിലെ അധികാരങ്ങൾക്കും ഒരു സഹോദരി സഭയിലെ അധികാരം കീഴടങ്ങത്തില്ല. പുറമെ നടിക്കും, പക്ഷെ ആന്തരികമായിട്ട് കീഴടങ്ങുന്ന ഒരു മനോഭാവത്തിലായിരിക്കത്തില്ല. നമ്മൾ ഈ ഭാഗത്ത് എല്ലാം കാണുന്ന ഒരു കാര്യം പ്രായോഗികമായിട്ട് നമ്മൾ എങ്ങനെ നടക്കണമെന്നുള്ളതാണ്. നമ്മുടെ ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ ഒരു ശരീരം എന്നുള്ള നിലയിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ പ്രത്യേകത അതിന്റെ എല്ലാ പ്രവൃത്തികളും നിയന്ത്രിക്കുന്ന തലയാണ്. ഇപ്പൊ നമുക്ക് കുനിയാൻ പ്രയാസമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അങ്ങനത്തെ നടുവിനൊക്കെ പ്രശ്നമുണ്ട്, കുനിയത്തില്ല. അപ്പം തല കൈയോടല്ല പറയുന്നത്, താഴെ പേരിനെടുക്കാൻ കാലിനോട് പറയും. നമുക്കറിയത്തില്ലേ, നമ്മൾ കാലിന്റെ വിരലുകൊണ്ട് അതെടുത്ത് കയ്യിലെടുക്കും. കാരണം എന്താ? നമ്മുടെ നടുവിന് കുനിയാൻ പറ്റത്തില്ല, വേദനയാണ്, അസ്വസ്ഥതയുണ്ട്. അന്നേരം തല കാലിനോടാ പറയുക. അല്ല, അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ നടു ഫ്രീ ആണെങ്കിൽ തല എപ്പോഴും കൈയോടാ പറയുക. നമ്മൾ പെട്ടെന്ന് കുനിഞ്ഞിട്ട് അത് എടുക്കുന്നു. തലയിൽ നിന്ന് നിർദ്ദേശം സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും പൗലോസിലും നമ്മൾ വായിച്ചതുപോലെ തലയെ മുറുകെ പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുക എന്നുള്ളതാണ്. തലയെ മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ ദൈവ ഇഷ്ടം നമ്മൾ തിരിച്ചറിയത് അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ അനന്തരഫലം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരം ഐക്യതയോടെ പ്രവർത്തിക്കും നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയയില്ല, ഞാനാ വലുത് നീയാ വലുത് എന്നുള്ള തർക്കങ്ങളില്ല. ശരിക്കും കർത്താവ് അങ്ങനത്തെ ഒരു ശരീരത്തെ പണിയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എഫെസ്യരിൽ വായിച്ചത് തന്റെ ശരീരമാകുന്ന എല്ലാത്തിനും എല്ലാം നിറയ്ക്കുന്നതിന്റെ നിറവായ അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പം കർത്താവ് തലയായിരുന്നു, നമ്മൾ അവയവങ്ങളായിരുന്നില്ല, ശരീരമായിരുന്നിട്ട് ക്രിസ്തു തലയോളം സകലത്തിലും വളരുക എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലും ആ തലയുടെ ഇഷ്ടം സമ്പൂർണമായിട്ട് നമ്മൾ നിറവേറ്റത് എല്ലാ തലങ്ങളിലും. ഒന്നിലൊരു പോരാട്ടമില്ല, തർക്കമില്ല, വാദമില്ല, അസൂയയില്ല, കയ്പില്ല. ഒരു അപകടം വരുമ്പോൾ ശരീരം ഒന്നാകി അതിനെ പ്രതിരോധിക്കുന്നത് എന്ന് പറയുമ്പോൾ തല കൈക്ക് നിർദ്ദേശം കൊടുക്കും. നമ്മുടെ കണ്ണിന് നേരെ എന്തെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ നമ്മുടെ തല പെട്ടെന്ന് കൈക്ക് നിർദ്ദേശം കൊടുക്കും, തടയാൻ പറയാൻ. അല്ലെങ്കിൽ ആ തലച്ചോറിൽ നിന്ന് നിർദ്ദേശം തല ഒരു വശത്തോട് ചെരിക്കാനുള്ള നിർദ്ദേശം വരുന്നു. നമ്മൾ അങ്ങനെ അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞു തീരുന്നു. അപ്പം അങ്ങനെ ശരീരം ഒന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് അനന്തര ഫലമായിട്ടാണ് ആ ഒരു വ്യക്തി ശരിയായ രീതിയിൽ ജീവിച്ചു പോകുന്നത്. ആത്മീയമായിട്ട് ചിന്തിക്കുന്ന സഭയോടുള്ള ബന്ധത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് തലയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യും. തല കൈയോട് എന്തെങ്കിലും പറഞ്ഞാൽ കൈ അത് ചെയ്യുന്നു, കാലിനോട് പറഞ്ഞാൽ കാല് ചെയ്യുന്നു. കേൾവിക്കുറവൊക്കെ വരുമ്പം നമുക്ക് കേൾക്കാൻ പറ്റാണ്ട് കേൾക്കാൻ വിഷമമുള്ളപ്പം തലച്ചോറ് കൈയോട് പറയും, അല്ലേ? ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ്, ഇങ്ങനെ ചെവിയുടെ ഇങ്ങനെ കൈ പിടിക്കും. എന്താ അത് എവിടുന്നാ നിർദ്ദേശം വരുന്നത്? അതും തലയിൽ നിന്നാ വരുന്നത്. തല കൈയോട് പറയുന്നു ഇങ്ങനെ പിടി, അപ്പം കുറച്ചുകൂടെ കേൾക്കാം. എല്ലാ തലങ്ങളിലും ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായി തീർന്ന ആ നിലയിൽ പണിയാനാണ്. പക്ഷെ ഒഫീഷ്യലായിട്ടുള്ള ഒരു തലത്തിൽ നമുക്ക് പോകാം. നമ്മൾ സഭ എന്ന് പറയുന്ന ഉടനെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എന്താ? ഒരു പെന്തക്കോസ്തുകാരനാണ്, മുകളിലൊരു പാസ്റ്റർ, അതിന്റെ കീഴെ വേറൊരു പാസ്റ്റർ, അല്ലെ സെക്രട്ടറി, കമ്മിറ്റി, ഇങ്ങനെ ഒരു ചിന്തയാണ് വരുന്നത്.
അപ്പൊ സഭ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്താ? ക്രിസ്തു തലയും നമ്മൾ ഓരോരുത്തരും അവയവങ്ങളുമായിരിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവസഭ എന്ന് വിളിക്കാം. അപ്പം യഥാർത്ഥ സഭയ്ക്കുള്ളിൽ ഒരിക്കലും തർക്കവും വാദമൊന്നും ഇല്ല. ഒരു നിലയിൽ അപ്പോസ്തലൻ എങ്ങനെ എഴുതിയിട്ടുള്ള ഒരു തർക്കിക്കാൻ ഭാവിച്ചാൽ അങ്ങനത്തെ ഒരു പരിപാടി ഞങ്ങൾക്കും ഇല്ല, ദൈവസഭകൾക്കും ഇല്ലെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, സഹോദരന്മാരെയും, ദൈവം ഇങ്ങനെ ഉന്നത വിളിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയതിനൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് പലപ്പോഴും നമുക്കിതൊരു കീറാമുട്ടിയായിട്ട് തോന്നും. നമ്മൾ ചിന്തിക്കും തോറും നമുക്കിത് അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ദൈവത്തിന് തലയ്ക്ക് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കും തോറും ആ പരിശുദ്ധാത്മാവാണ് ഈ ഒരു പ്രക്രിയ നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നത്. ഈ കൂട്ടിച്ചേർക്കുന്ന, ഒന്നിക്കുന്ന, പന്യനും ബഹുമാനിക്കുന്നതിന് മുന്നിട്ട് നിൽക്കാനായിട്ടും എല്ലാം നമ്മളെ പഠിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആത്മാവിന്റെ നിറവാണ് നമ്മളെ വ്യത്യസ്തരാക്കി തീർക്കുന്നത്. മറ്റു പെന്തക്കോസ്ത് സഭകളിലൊക്കെ ആത്മാവ് നിറഞ്ഞതിന്റെ അടയാളം എന്താന്ന് ചോദിച്ചാൽ അവർ പറയും അന്യഭാഷ. അപ്പൊ നമുക്ക് ആത്മാവ് നിറഞ്ഞതിന്റെ അടയാളം എന്താണെന്നാ ദൈവജനം പറയുന്നത്? ഒരാൾ ആത്മാവ് നിറഞ്ഞവനാണെങ്കിൽ എഫെസ്യർ 5-ാം അധ്യായത്തിൽ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടി വിവർത്തനം ചെയ്ത് കൊലോസ്യലേഖനത്തിലൊക്കെ വരുമ്പം തമ്മിൽ പഠിപ്പിച്ചും ഇങ്ങനെ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ആത്മാവ് നിറഞ്ഞു കഴിയുമ്പം ദൈവവചനത്തിന്റെ ഒരു ഫ്രീ കോഴ്സ് എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് നമ്മുടെ ഉള്ളിൽ സ്വാതന്ത്ര്യമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു തലമാണ് ഒരുക്കി കൊടുക്കുന്നത്. നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മൾ അതിനോട് റെസിസ്റ്റ് ചെയ്തിട്ടില്ല, നമ്മളതിന് വിധേയപ്പെടും. വചനമായിരിക്കും പിന്നെ നമ്മളത് നടത്തുന്നത്. നമ്മുടെ സ്വന്തം ചിന്തകളോ വികാരങ്ങളോ അല്ല വചനം. ഓരോ സാഹചര്യത്തിലും പരിശുദ്ധാത്മാവ് ഇതിനെ കുറിച്ച് വചനം ഇങ്ങനെ പറയും. ഒരു ഭാര്യയ്ക്കെതിരായിട്ടൊരു ചിന്ത വരുന്ന ഉടനെ പരിശുദ്ധാത്മാവ് ദൈവം വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അവരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിരിക്കരുത്. ഈ രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം ഈ നിലയിൽ ഈ സഭയെ കുറിച്ചുള്ള ഒരു വെളിച്ചം നൽകാനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന് മാത്രമേ ഇതിനെക്കുറിച്ച് ഒരു ബോധ്യം നമുക്ക് തരാൻ പറ്റത്തുള്ളൂ, അങ്ങനെ പണിയാനും പറ്റത്തുള്ളൂ. നമ്മൾ എഫെസ്യരിൽ വായിക്കുന്നുണ്ട്, ആത്മാവിൽ നമ്മളെ ഒന്നിച്ച് പണിതു വരുന്നു. ആത്മാവാണ് ഈ പണി ചെയ്യുന്നത്. നമ്മൾ ഏതളവിൽ ദൈവജനത്തിനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിധേയപ്പെടുത്തുന്നു, ആ അളവിൽ ആ നിലയിലുള്ള ഒരു പണി നമ്മളിൽ നടക്കും. ഒരു ശരീരമായി തീരുന്നൊരവസ്ഥ, പരസ്പരം ഭിന്നതയില്ലാതെ, കയ്പില്ലാതെ, വെറുപ്പില്ലാതെ, തർക്കങ്ങളില്ലാതെ. നമ്മൾ തുടങ്ങുമ്പോൾ അങ്ങനല്ല, പക്ഷെ നമ്മൾ വളരും തോറും ആ നിലയിലുള്ള ഒരു പ്രവൃത്തി ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സുരസ്ന പിതാവ് രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ ആത്മാവിനാൽ പുതുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവീക കാര്യങ്ങളുള്ള പുതുക്കം നിരന്തരമായിട്ട് അടികളുടെ ഉള്ളില് അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക കണ്ണുകൊണ്ട് ഈ സത്യങ്ങൾ കാണാനും ആന്തരിക ജീവി കൊണ്ട് ഇത് കേൾപ്പാനും ഗ്രഹിപ്പാനും അത് അടികളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരത്തക്കവണ്ണം ഭിന്നതയില്ലാത്ത ഒരു ശരീരത്തിന്റെ ഭാഗമായിട്ട് അടികളെ പണിത് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അടികളെ തന്നെ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ.